ഹായ് ഹലോ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളൊരു 3 കേക്ക് ഓർഡറാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആയിട്ട് എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട, അതിൻ്റെ ഒരു സന്തോഷം ബാക്കിയാണെങ്കിലും അത്രയ്ക്ക് സന്തോഷമില്ല. കാരണം ഈ കേക്കിൻ്റെ വർക്ക് മുഴുവൻ ഞാൻ തന്നെയാണല്ലോ ചെയ്ത് തീർക്കേണ്ടത്. അപ്പോൾ ഈ 2 പരിപാടിയും നമുക്കുള്ളത് കൊണ്ട് നല്ല ബിസിയാണ് ലൈഫ്. അപ്പോൾ ഇതേ വീട്ടിൽ നിന്ന് കുറേ റംബൂട്ടാനൊക്കെ പറിച്ച് 2-3 റംബൂട്ടാനൊക്കെ ഞാൻ കയ്യിലൊളിപ്പിച്ച് ഇങ്ങനെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകാൻ കേട്ടോ. അവിടെയാണല്ലോ നമ്മുടെ ബേക്കിംഗ് പരിപാടി മൊത്തം. അങ്ങനെ ഞാനിവിടെ വന്ന് സാധനങ്ങളെല്ലാം നോക്കി. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സാധനങ്ങൾ തീരുന്ന ഭയങ്കര സങ്കടമാണ് കേട്ടോ. എനിക്കിങ്ങനെ കുപ്പി എപ്പോഴും നിറഞ്ഞിരിക്കണം. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഡിസംബറിൽ, അതായത് ഏകദേശം ഇപ്പോൾ 1 വർഷം ആകാറായി ഈ ഒരു സംഭവം നമ്മൾ നവംബറിലായിരുന്നു അല്ലേ, അന്ന് ഇട്ട് വെച്ച നമ്മുടെ റമ്മിൽ കുതിർത്ത സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് നടക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇതേ തലേ ദിവസം നമ്മൾ കേക്കിന് വേണ്ടി സ്പഞ്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ബാപ്റ്റിസം കേക്കാണ്. എപ്പോഴും കറണ്ട് പോകുന്നത് കൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടാണ് കിടന്നത്. അങ്ങനെ ഇതേ കേക്ക് ഞാൻ ഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ബാപ്റ്റിസം ആണല്ലോ. അപ്പോൾ ഒരുപാട് സെറ്റുണ്ട്. ഇതിൻ്റെ കൂടെ പോപ്സിക്കിൾസും അതുപോലെ കേക്ക് സിക്കിൾസ്, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടി മുഴുവൻ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പോപ്സിക്കിൾസാണ് ഞാൻ ആദ്യം റെഡിയാക്കിയത്. കേക്ക് നന്നായിട്ട് ഫൈനായിട്ട് ഉരുട്ടിയെടുത്തിട്ടാണ്, അത് ബട്ടറൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന ഓരോ സാധനം ഇങ്ങനത്തെ കുഞ്ഞു ബട്ടർ പേപ്പർ കപ്പിനകത്താണ് ഇട്ട് വെച്ചേക്കാറ്. കാരണം എനിക്ക് കുറച്ചുകൂടി അതൊരു ഫൈനായിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ചോക്ലേറ്റിനകത്ത് ഡിപ്പ് ചെയ്യണമല്ലോ ഈ ലോലിപോപ്പ്, അതിനേക്കുള്ള ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് മോഡിൻ്റെ ചോക്ലേറ്റാണ്. എനിക്കത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ വേറൊന്നും പ്രിഫർ ചെയ്യാറുള്ളൂ. കാരണം ഇതെനിക്ക് ഒരുപാട് കംഫർട്ടബിളാണ്. കളർ ചേർത്താലും ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. കളർ ചേർത്താൽ ഞാൻ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടും. പിന്നെ വീണ്ടും അതൊന്ന് ചൂടാക്കിയാലും ചോക്ലേറ്റ്സ് ഒന്നും നഷ്ടമാവുന്നില്ല. ചിലതൊക്കെ ഒരുമാതിരി കുഴഞ്ഞു പോകാറുണ്ട്. ഇതെന്തായാലും എനിക്ക് ഓക്കെയാണ്. കളർ വേണ്ട വിധത്തിലുള്ള ബ്ലൂ കിട്ടാത്തതുകൊണ്ട് ഞാൻ 1.5 ഡ്രോപ്പും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കളർ എടുത്തു. അങ്ങനെ നമ്മുടെ ലോലിപോപ്പ് സാധനമെല്ലാം ഞാൻ മുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് ഹസ്ബൻഡിനെ ഞാൻ കടയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. കുറേ സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അതിൻ്റെ ഫോൺ കോളും പരിപാടിയൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല തിരക്കിലാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ലോലിപോപ്പ് എടുത്ത് ആ ബട്ടർ കപ്പിലേക്ക് വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് വൈറ്റ് ബീഡ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഫൈനായിട്ട് ഫിക്സ് ആയിട്ടിരുന്നോളും. അങ്ങനെ ഞാൻ ഷുഗർ ബോൾസൊക്കെ തപ്പിയെടുത്ത് വേണ്ട സൈസിലുള്ള സാധനം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാനിത് ഓൾറെഡി ചെയ്ത ഡിസൈൻ ആയതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു കേട്ടോ ഇത് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കൊരു ചീസ് കേക്ക് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ തലവേദന ഇന്ന് ഇത് തന്നെയായിരുന്നു. ആ ഒരു കേക്കും അത്രയും പണി ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവൻ ചീസ് കേക്കായിരുന്നു. പിന്നെ ഇതെന്തേ ആദ്യം തുടങ്ങാമെന്ന് ചോദിച്ചാൽ ക്രീം ചീസ് വാങ്ങാനും ജെലാറ്റിൻ വാങ്ങാനും മറന്നുപോയി. മാത്രമല്ല ഈ ഒരു സ്പ്രിംഗ് പാൻ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അത് പൊട്ടിയും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോക്ക് ഒടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ ഇത് വാങ്ങാനായിട്ടാണ് ഞാൻ ആളെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചീസ് കേക്ക് ചെയ്യാനായിട്ട്. പക്ഷേ എപ്പോഴും നല്ല ടെൻഷൻ. ഇത് ലാസ്റ്റല്ലേ തുറന്ന് നോക്കുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് എന്ത് സംഭവിച്ചു, നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു സ്വന്തം റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് നല്ല ചെയ്താണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. പോയി കണ്ടു നോക്കുക, ചെയ്ത് നോക്കുക. ആർക്ക് ചെയ്തെടുക്കാവുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ജെലാറ്റിനാണ് നമ്മുടെ ചീസ് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ വിപ്പിംഗ് ക്രീം എടുത്ത് വിപ്പ് ചെയ്തു, ക്രീം ചീസ് എടുത്ത് സോഫ്റ്റൻ ചെയ്തു. ഇതെല്ലാം നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. ഇതാണ് നമ്മുടെ ക്രീം ചീസിലേക്കുള്ള ബാറ്റർ. അതും കൂടി എടുത്ത് സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇനി ഇതിന് ഒരു 6 മണിക്കൂറത്തേക്ക് നമുക്ക് നോക്കുകയേ വേണ്ട. ആ സമയത്ത് ഡോണറ്റൊക്കെ റെഡിയാക്കി വെച്ചതിന് ഞാൻ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ചോക്ലേറ്റിനകത്തിട്ട് മുക്കി സുന്ദരനാക്കണം. നമ്മുടെ അതേ ബ്ലൂ കളർ തന്നെ. ഞാനിത് കുറച്ചുകൂടി ചോക്ലേറ്റ് എടുത്തിട്ടാണ് ചെയ്തത്. വേറെ പാത്രം മാറിയിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ യൂസ് ചെയ്ത ചോക്ലേറ്റിൻ്റെ കുറേ സാധനം എടുത്തിട്ട് ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വരുന്നുണ്ട്, കാണിക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഓരോ ഡോണറ്റും ചോക്ലേറ്റിൽ മുക്കിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഷെയ്ക്ക് ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഫൈനായിട്ട് ആ ചോക്ലേറ്റ് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല മിനുസം പോലെ ഈ മാർബിളൊക്കെ പോലെ ഇരുന്നോളും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അതേ വൈറ്റ് ബീഡ്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് ചെയ്യാം. ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി ബാക്കി എല്ലാ സാധനം കൊണ്ട് വെച്ചിട്ട് ചെയ്യുന്ന ഈസി പോപ്സിക്കിൾസ് മാത്രം ആദ്യം ചെയ്ത് വെച്ചു. ഇതിനെ ഞാൻ കൊണ്ട് ഫ്രിഡ്ജിനകത്തേക്ക് ഒരു 10 മിനിറ്റ് അങ്ങ് വെക്കുവാണെങ്കിൽ സംഭവം ഡ്രൈ ആയി കിട്ടും. അടുത്തത് കേക്ക് സിക്കിൾസ്, നമ്മുടെ ചോക്കോബാർ പോലെ ഇരിക്കുന്ന സാധനം. അതിനെ മോൾഡിലേക്ക് ഒഴിച്ച് അതിലേക്ക് കേക്കെല്ലാം വെച്ച് കേക്കിൻ്റെ ക്രംസൊക്കെ വെച്ച് റെഡിയാക്കിയപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ സാധനമില്ല, അത് ഇതാണ് കേട്ടോ. ഹാർട്ട് സിക്കിൾസ് നമ്മളിപ്പോൾ കണ്ട ആ ചോക്കോബാറിൻ്റെ തന്നെ വേറൊരു ഷേപ്പ്. അതിനെയും ഞാൻ സെറ്റാക്കി ഇതിലേക്കും ബീഡ്സ് വെക്കണം. ഇതൊക്കെ ഇനി നമ്മൾ ലാസ്റ്റാണ്. ആ സമയത്ത് നമ്മുടെ
8 കേക്ക്സിക്കിൾസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നതിന് നമ്മൾ വിനാഗിരിയിലും ഉപ്പിലും ഒക്കെ ഇട്ട് വെച്ച് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി നമ്മുടെ മൂന്നാമത്തെ കേക്കിലേക്കുള്ള പോക്കാണ്. ഈ ഒരു കേക്കാണ് കേട്ടോ എനിക്ക് ഏറ്റവും ടൈം എടുത്തൊരു കേക്ക്. വേറൊന്നും കൊണ്ടല്ല, ഇതൊരു തീം കേക്കാണ്. ഫോണ്ടൻ വർക്ക്സ് ധാരാളമുണ്ട്. എനിക്കിങ്ങനെ തട്ടിയും മുട്ടിയും ഫോണ്ടൻ വർക്ക്സ് ചെയ്യുന്നതേ ഇഷ്ടമല്ല. കസ്റ്റമർ തരുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് ഇച്ചിരി അപ്ഡേറ്റഡ് ആയിട്ടോ ഭംഗിയിലോ കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടാറ്. അങ്ങനെ ചെയ്ത് കുറച്ച് സമയം പോയി എന്നുള്ളത് വേറൊരു കാര്യം കേട്ടോ. പിന്നെ അവർക്ക് അങ്ങനെ ഒരു കട്ടിങ് ടൈം ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അടി കിട്ടിയില്ല. അങ്ങനെ ഇതേ സാധനമൊക്കെ ഞാൻ കേക്കൊക്കെ റെഡിയാക്കി ഒരു വാഞ്ചോ ഫ്ലേവറിൽ ഫ്രൂട്ട്സ് ഫില്ല് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അങ്ങനെ ഇത് ആ കേക്കിൻ്റെ ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ ഫോണ്ടൻ വർക്ക്സിൻ്റെ കഥ ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ ബാപ്റ്റിസം കേക്ക് നമ്മൾ ആദ്യം ചെയ്ത ആ വാനില കേക്കില്ലേ, അതിനെ ഞാൻ ഈ ഷേപ്പൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫെദറൊക്കെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 3 കേക്കുകൾ. ഒന്നാമത്തെ തീം കേക്ക്, രണ്ടാമത്തെ ബാപ്റ്റിസം കേക്ക്, മൂന്നാമത്തെ ചീസ് കേക്ക്. അങ്ങനെ എല്ലാം ഡെലിവറി ചെയ്ത് ഇന്നത്തെ കാര്യം ഞാൻ സെറ്റാക്കേണ്ടിട്ടോ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഈ ഒരു ബാപ്റ്റിസം സെറ്റ് ചെയ്യണം. കാരണം ഇത് മുഴുവൻ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.